ഒരുപാട് സന്തോഷമുണ്ട്. ട്രിവാൻഡ്രത്തിന്റെ ഈ ബാലരാമപുരം എന്നൊരു മണ്ണില് ഇതേപോലെ നല്ലൊരു സംരംഭം രാവിലെ തുടങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും രാവിലെ കൊടുക്കട്ടെ. കാരണം ഒരുപാട് പേര് കളിയാക്കുമ്പോഴും തള്ളി പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും രാവുവിന്റെ ലെവലില് രാവുവിന്റെ ഒരു ഡ്രീമാണ് ഈ ഓസം എന്നുള്ള ഒരു ഡിസൈൻ, ഒരു ബുട്ടിക്ക്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെറുതാണെങ്കിലും വളരെ നല്ല രീതിയിൽ രാവു അത് ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് ഹാർഡ് വർക്ക് രാവു ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിത് കാണുന്നതാണ് ദിനം പ്രതി രാവു ഓരോന്ന് ചെയ്യുന്നതും ഓരോ ഭാഗങ്ങളിൽ പോയിട്ട് അതിന്റെ ക്വാളിറ്റി ഉള്ള ക്ലോത്തുകൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച് നല്ല പ്രൊഡക്റ്റുകൾ ബാംഗ്ലൂരും ഡൽഹിയും അതുപോലെ പല തമിഴ്നാട് ഏരിയകളിലൊക്കെ പോയിട്ട് അവിടെ പോയി നെയ്ത്ത് കണ്ട് അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന നല്ല ക്വാളിറ്റി ഡ്രസ്സുകളാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല കളക്ഷൻസും ഒരുപാട് നല്ല വെറൈറ്റികളും ഇവിടെ ഉണ്ട്. ഓഫ്ലൈനിലുണ്ട് ഓൺലൈനിലുണ്ട്, രണ്ടും ഉണ്ട് ചെയ്യുന്നുണ്ട് രാവു. അപ്പോൾ ഇത് രാവു ഒരു വലിയൊരു ഡ്രീമാണ് ഇത്. ഇനി ഒരുപാട് കാജിൽ പറഞ്ഞ പോലെ ഇനി കേരളത്തിൽ മാത്രമല്ല ഒരു ഇന്റർനാഷണൽ ബ്രാൻഡും കൂടി ആയ ഒരുപാട് ഷോപ്പുകൾ ഈ കുഞ്ഞു ഷോപ്പിൽ നിന്ന് നല്ലൊരു വലിയ ഷോപ്പ് തുറക്കട്ടെ, അത് കഴിഞ്ഞ് വലിയ ഷോപ്പ് തുറക്കട്ടെ, ഇനി ഒരുപാട് ഷോപ്പുകൾ ആവട്ടെ, ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് പോട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ. കാരണം രാഹുൽ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്കറിയാം രാഹുലിന്റെ ഒരു കഷ്ടപ്പാടും. അവൻ UAE ഉള്ള സമയം മുതൽ ഞങ്ങൾക്കറിയാം. ഓരോ സ്വപ്നങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് അവൻ ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം തന്നെ അവനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു സംരംഭം തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരുപാട് പേര് കുറ്റപ്പെടുത്താനുണ്ടാവും, പരിഹസിക്കാനുണ്ടാവും, കളിയാക്കാനുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ഒരു ഡ്രീം അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ചോദ്യം ചിഹ്നമാണ്. പക്ഷെ രാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും രാഹുവിനെ കുറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും രാഹുവിന്റെ അച്ചീവ്മെന്റിന്റെ ആ ഡ്രീം ഫോക്കസ് ചെയ്തിട്ട് രാഹു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പോകുന്ന വഴികളിൽ കുറെ മുള്ളും കല്ലും ഒക്കെ അവൻ അനുഭവിച്ചു. പക്ഷെ അതെല്ലാം താണ്ടി ഇതേപോലത്തെ ഒരു ഡ്രീമിലേക്ക് രാഹുവിന് എത്തിപ്പറ്റാൻ പറ്റുന്നെങ്കിൽ അത് രാഹുവിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. അതിന് വലിയൊരു കയ്യടി കൊടുക്കണം അവന്റെ ഹാർഡ് വർക്കിന്. ഇപ്പൊ നമ്മളൊക്കെ ഈ ഫീൽഡിലുള്ളത്, പക്ഷെ നമുക്കൊന്നും ഇതേപോലെ ഒരു ബുട്ടിക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഇത് എത്തിയിട്ടില്ല. പക്ഷെ രാഹു അത് സ്വപ്നം കണ്ടതുപോലെ നടത്തി. ഇതെല്ലാവരും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം രാഹുവിന് ദൈവം കൊടുത്തതിൽ ഒരുപാട് സന്തോഷം. നല്ലവർക്ക് ദൈവം നല്ലത് കൊടുക്കുന്നു പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാഹു. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്കൊരു എന്താ പറയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനായിട്ട് അപ്പുറത്തേക്ക് എനിക്ക് എന്റെ ഒരു മോനെ പോലെയാണ് രാഹു. അപ്പോൾ അവന്റെ ഒരു സംരംഭം തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവിധ അനുഗ്രഹവും കൊടുക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇതിന് ഇത്രയും ആൾക്കാർ വന്നതിൽ നിങ്ങൾ എല്ലാവരും രാഹുവിനെ സപ്പോർട്ട് ചെയ്യാൻ